ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും YAP വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് നെതർലാൻഡ്സിൻ്റെ തലസ്ഥാന നഗരമായ ആംസ്റ്റർഡാമിലേക്കാണ്. അപ്പോൾ നമുക്ക് പോയാലോ? നെതർലാൻഡ്സിൻ്റെ തലസ്ഥാന നഗരമാണ് ആംസ്റ്റർഡാം. ആംസ്റ്റൽ ഡാമിൻ്റെ പേരിൽ നിന്നാണ് നഗരത്തിന് ആംസ്റ്റർഡാം എന്ന പേര് വന്നത്. ഈ നഗരത്തിൽ എപ്പോഴും നല്ല ജനത്തിരക്കാണ്. കാരണം പലതുമുണ്ട്. എന്നാലും എക്സലൻറ്റ് ട്രാൻസ്പോർട്ട്, ഗ്രേറ്റ് വർക്ക് ലൈഫ് ബാലൻസ്, പിന്നെ കൾച്ചറിനോടും ഡൈവേഴ്സിറ്റിനോടുമുള്ള ഒരു ഓപ്പൺ ആറ്റിറ്റ്യൂഡ്, മാത്രമല്ല ഒരു എക്സലൻറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നെല്ലാ കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് ആംസ്റ്റർഡാം ഒരു ജനത്തിരക്കേറിയ ഒരു സ്ഥലമായി മാറിയത്. പക്ഷേ ഇവിടെ പ്രധാനമായും പറയാനുള്ള ജനത്തിരക്കിന് വേറെ ഒരു കാരണം എന്ന് വെച്ചാൽ വളരെ മികച്ച ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയും കൂടിയുണ്ട്. വലിയ നഗരങ്ങളിൽ ട്രാം ഒരു മികച്ച ട്രാൻസ്പോർട്ട് ഫെസിലിറ്റിയാണ്. കയറാനും ഇറങ്ങാനും ഒക്കെ വളരെ ഈസിയാണ്. നമുക്ക് വേഗത്തിലൊരു സ്ഥലത്ത് എത്തണമെങ്കിൽ ഈ ട്രാം ഉപയോഗിക്കാം. റൈക്കെ മ്യൂസിയം, ഇതാണ് റൈക്കെ മ്യൂസിയം. ഇത് നെതർലാൻഡ്സിൻ്റെ ദേശീയ മ്യൂസിയമാണ്. ഇത് ആംസ്റ്റർഡാമിൽ സ്ഥിതി ചെയ്യുന്നു. കനാൽ ക്രൗസസ്, സമുദ്രനിരപ്പിൽ നിന്നും താണു കിടക്കുന്ന പ്രദേശമാണ് ഇവിടെ. നഗരം വികസിച്ചപ്പോൾ ഈ കനാൽ എക്സ്റ്റെൻഡ് ചെയ്ത് പുതിയ 3 കനാൽ ഉണ്ടാക്കി. കനാൽസൊക്കെ സെമി സർക്കിൾ ഷേപ്പിലാണ് ഉള്ളത്. കനാലുകളുടെ ഇരുവശവും ബന്ധിപ്പിച്ചിട്ട് ഏകദേശം 1700-ലധികം പാലങ്ങളുണ്ട്. പ്രിൻസൻ ഗ്രാച്ച്, കീസേഴ്സ് ഗ്രാച്ച്, ഹെരൻ ഗ്രാച്ച്, ജോർദാൻ എന്നിവ ഉൾപ്പെടെ 17-ാം നൂറ്റാണ്ടിലെ കനാൽ റിംഗ് ഏരിയയെ 2010 യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി പട്ടികപ്പെടുത്തി. അപ്പോൾ നമ്മുടെ ആംസ്റ്റർഡാം വടക്കിൻ്റെ വെനീസ് എന്നും അറിയപ്പെടുന്നുണ്ട്. അതിന് അങ്ങനെ അറിയപ്പെടാനുണ്ടായ കാരണം ഈ ഒരു യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായിട്ട് പട്ടികപ്പെടുത്തിയത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ പോകുന്ന ഈ കനാലിൻ്റെ വശങ്ങളിലെല്ലാം വീടുകൾ കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള വീടുകളെ വിളിക്കുന്നതെന്ന് വെച്ചാൽ ഡാൻസിങ് ഹൗസസ് എന്നാണ്. വശങ്ങളിൽ കാണുന്ന ബോട്ടുകളിൽ ചില ബോട്ടുകളിലൊക്കെ നമുക്ക് താമസിക്കാൻ പറ്റും. പക്ഷേ അത് വളരെ കോസ്റ്റ്ലിയാണ്. പിന്നെ നമ്മൾ പോകുന്ന ഈ ബോട്ടിൽ ഓഡിയോ ഉണ്ട്. സ്പീക്കറിൽ ഇവരിങ്ങനെ നമുക്ക് പറഞ്ഞു തരും. ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ ഓരോ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകതയും അവിടെയുള്ള സ്ഥലത്തിൻ്റെ പ്രത്യേകതയൊക്കെ ഇവർ ബോട്ടിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ നമ്മളിപ്പം കണ്ട പാലങ്ങളിൽ മിക്കതും അടക്കാനും തുറക്കാനും പറ്റുന്ന പാലങ്ങളാണ്. ഇവ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വലിയ കപ്പലെല്ലാം പോകുമ്പോൾ റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് പാലം തുറക്കുകയും പിന്നീട് അവ പോയി കഴിഞ്ഞാൽ പാലം അടയ്ക്കുകയും ചെയ്യുന്നു. ആംസ്റ്റർഡാമിൻ്റെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.